സ്പോർട്സ് പിച്ചിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സഞ്ജു കളി കഴിഞ്ഞ് സഞ്ജുവിന് മാൻ ഓഫ് ദ മാച്ചും സൂപ്പർ സിക്സ് അവാർഡും എല്ലാം കിട്ടി. സഞ്ജുവിനെ ഇയാൻ ബിഷപ്പ് സഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ സഞ്ജു പറഞ്ഞത് ടീമിന്റെ വിജയമാണ് പേഴ്സണൽ മൈൽ സ്റ്റോണുകളെക്കാൾ സഞ്ജു പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ടീം മാനാണ് സഞ്ജു. ടീം വിജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവസാനം വരെ പോരാടിയത്. കാരണം വളരെ യങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ആ യങ് ആയിട്ടുള്ള ടീമിലെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ സഞ്ജു സാംസൺ ആണ്. അപ്പോൾ സഞ്ജു സാംസൺ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. അപ്പോൾ ആദ്യത്തെ 3 കളി തോറ്റതിന് ശേഷം ആ യങ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് നൂറ് അതുപോലുള്ള പ്ലെയേഴ്സൊക്കെ ഭയങ്കരമായി അഗ്രസീവായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ കൂടിച്ചേരുക എന്നുള്ളൊരു മാന്ത്രികമായ പ്രോസസ്സിലൂടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കടന്നു പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെ കംബാക്ക് സൂപ്പർ കിങ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഇയാൻ ബിഷപ്പ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. അത്ര എക്സ്പീരിയൻസ് കൊണ്ടാണ് സഞ്ജുവിന് അങ്ങനെ കളിക്കാൻ സാധിക്കുന്നത്. കാരണം മറുഭാഗത്ത് വിക്കറ്റുകൾ തുടരെ തുടരെ പോകുമ്പോൾ 20 ഓവറും താൻ നിൽക്കണം എന്നൊരു ചിന്ത സഞ്ജുവിനുണ്ടായിരുന്നു. ആ 20 ഓവറും സഞ്ജു നിന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സി എസ് കെക്ക് ഇത്തരത്തിലുള്ള റൺസ് ടാർഗറ്റ് വയ്ക്കാനും ആ ടാർഗറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ കൊടുക്കാനും സാധിച്ചത്. കാരണം മിനിമം ഒരു 10 റൺസ് മേലെയെങ്കിലും ഒരു ഓവറിൽ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന് പ്രഷർ കൂടിയത്. അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആ 100 റൺസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കി. അവരുടെ പ്രഷർ വളരെ കുറഞ്ഞ് ഈസി ആയിട്ട് ജയിക്കുക എന്നുള്ള നിലയിൽ അവർ കളിച്ചേനെ. പക്ഷെ ഇതല്ല, പവർ പ്ലേ ആകെ മൊത്തത്തിൽ പാളിപ്പോയി. അക്കേല ഹുസൈനൊക്കെ തകർത്തെറിഞ്ഞു മുംബൈ ഇന്ത്യൻസിനെ. അങ്ങനെ പവർ പ്ലേ പാളിപ്പോയത് കൊണ്ട് തന്നെ പിന്നീട് എപ്പോഴും മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് സി എസ് കെയുടെ കൈകളിലേക്ക് കളി മാറിയിരുന്നു. പിന്നെ തിലക് വർമ്മയും അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവും ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് ഒന്നും പോരാതെ വന്നു. കാരണം അത്രത്തോളം മികച്ച റൺ റേറ്റ് അവർക്ക് വേണമായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും തുടരെ തുടരെ വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ പൂർണ്ണമായും പിന്നെ സി എസ് കെ ആധിപത്യം സ്ഥാപിച്ച് ഒരു 103 റൺസിന്റെ ചരിത്ര വിജയമാണ് സമ്മാനിച്ചത്. സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ എന്തുകൊണ്ട് സി എസ് കെയുടെ മുഖമായി മാറുന്നു എന്നതിനുള്ള മുഖമുദ്രയാണ് ഈ വരുന്ന ഇന്നിങ്സുകളെല്ലാം. സഞ്ജു സാംസൺ ധോണിയുടെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയ ഒരു തീരുമാനത്തിലേക്കാണ് സി എസ് കെ ആരാധകരും എത്തുന്നത്. സഞ്ജു സാംസണിന്റെ വരവോടുകൂടി, അതായത് എം എസ് ധോണിയുടെ ആ ഒരു പ്രതാപം, ആ ഒരു ലെഗസി കണ്ടിന്യൂ ആവുന്നു എന്ന കാഴ്ച വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഉള്ളിൽ ചെറിയ ദുഃഖത്തോടെയും സന്തോഷത്തോടെയും എല്ലാമാണ് ആരാധകർ നോക്കിക്കാണുന്നത്. എം എസ് ധോണി അപ്രഖ്യാപിതമായി വിരമിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും എം എസ് ധോണി ഒരു കളിയിലെങ്കിലും കളിക്കും എന്ന് വിചാരിച്ചാണ് ആരാധകർ ഇരിക്കുന്നത്. പിന്നെ എം എസ് ധോണി വിചാരിക്കുന്നത് ചിലപ്പോൾ താൻ വരുന്നത് കൊണ്ട് ഒരാളെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടല്ലോ